പുഴയിലിറങ്ങിയും കരയ്ക്ക് കയറിയും കാട്ടാനകൾ കുറേ നേരം അവിടെ നിലയുറപ്പിച്ചു. കല്ലാറിലാണ് കുട്ടിയാനയും എരണ്ടക്കെട്ട് സംശയിക്കുന്ന ഒരു പിടിയാനയും വന്ന് നിലയുറപ്പിച്ചത്. ഇന്നലെ രാവിലെ പുഴയിലിറങ്ങിയ പിടിയാന 12 മണിക്കൂറുകൾക്ക് ശേഷം രാത്രി ഉൾവനത്തിലേക്ക് പോയിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും ആനകൾ കല്ലാറിലേക്ക് വന്നു. അപ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമൊക്കെ ചേർന്ന് ഓടിക്കാനുള്ള ശ്രമം നടത്തി. വനമേഖലയാണ്, സമീപത്ത് തന്നെ ജനവാസ മേഖലയുമുണ്ട്. ഇതുവഴിയാണ് അവിടേക്കുള്ള റോഡ് കടന്നു പോകുന്നത്. അവിടെയാണ് ഈ ആനകൾ എത്തിയത്. ഇറങ്ങിയിട്ട് പിന്നെ ഒരു 8-9 മണി ഇറങ്ങി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പോയി. പിന്നെ ഇന്നാണ് ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്നത്. താഴെ ഏതാനയാണെന്നറിയത്തില്ല. അത് ഇതാണെന്നാണ് അവർ പറയുന്നത്, പുറത്തവർ പറയുന്നത്. ഞാൻ 2 ആന, ഇന്നലെ ഒരു ആനയുണ്ടായിരുന്നു താഴെ നിന്നത്, താഴെ വെള്ളത്തിൽ നിന്നത്. അത് ഇപ്പോൾ ഈ ചൂടുണ്ട് വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങുന്നതാണ്. എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇത്രയും അടുത്ത് ആദ്യമേ നയിക്കുന്നത്. മറ്റേ ആൾക്കാർ വരുമ്പോഴത്തെ ചാടി പോകും. ഇപ്പോൾ ആദ്യമേ ഇപ്പോൾ ഞാൻ വൈകിട്ട് ഇറങ്ങിയ ആനയാണ്. ആനയും കുട്ടിയും കൂടെ ആറ്റിൽ വന്നിരുന്നു. നമ്മൾ വൈകുന്നേരം വരെ നിരീക്ഷിച്ചു. നമ്മൾ ബഹളം വെച്ചു. അത് ആന വെള്ളം കുടിച്ചിട്ട് തിരിച്ച് രാത്രി കയറിപ്പോയി. പക്ഷെ നമ്മൾ ഇന്നലെ രാവിലെ നോക്കിയിട്ട് 7:45 വീണ്ടും ആറ്റിൽ ഈ ആന നിൽക്കുന്നതായിട്ട് കണ്ടു. നമുക്ക് ചില അസ്വാഭാവികം തോന്നിയെങ്കിലും നമ്മൾ സ്റ്റാഫുകളെല്ലാം വന്ന് നിരീക്ഷിച്ചു. കുറേ നേരം കഴിഞ്ഞൊക്കെ സാധാരണ കയറിപ്പോണ്ട് ആനയായിരുന്നു, കയറിപ്പോയില്ല. രാത്രി പിന്നെ ഒരു 10 മണിക്ക് ശേഷമാണ് കരയിലോട്ട് കയറി വളരെ വേഗത്തിൽ നടന്നു പോകുന്നത് കണ്ടു. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ പിന്നെ അത് പിന്നീട് രാത്രി കരയ്ക്ക് കയറി ആ കാട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നലെ കുട്ടിയാന ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും ഒരു 9 മണിക്ക് ശേഷം ഈ കുട്ടിയാനെ വിളിച്ചുകൊണ്ട് തിരികെ വീണ്ടും ആറ്റിൽ വന്ന് സാധാരണ വെള്ളം കൊടുത്തിട്ട് പോകേണ്ട ആനയാണ്. എന്താണെന്നറിയില്ല. ഇത് കുറേ സമയം കൊണ്ട് നിലയുറപ്പിക്കുന്നു. നമ്മൾ വീണ്ടും ജനവാസ മേഖല ഇത്ര അടുത്തങ്ങനെ വന്നാൽ ആൾക്കാരെ കണ്ട ഭയത്തിൽ തിരിച്ചു പോകേണ്ടതാണ്. ഇല്ല, നിലവിൽ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങൾ. അത് രാവിലെ ആറ്റിൽ നന്നായി മൂത്രമൊഴിക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. നമ്മുടെ ഒരു പ്രായോഗിക പരിജ്ഞാനമാണ്. അഭിലാൽ ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. അഭിലാൽ, ഈ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ആനകളൊക്കെ തിരികെ കാട് കയറിയിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ എരണ്ടക്കെട്ട് സംശയിക്കുന്നത് ആനയ്ക്ക്? സാധാരണഗതിയിൽ കാട്ടാനകൾ മണിക്കൂറുകളോളം പുഴയിൽ നിലയുറപ്പിക്കുന്നത് തീർത്തും അസാധാരണമാണ്. ഇന്നലെ ഇറങ്ങിയ കാട്ടാന 12 മണിക്കൂർ ശേഷം രാത്രി 9 മണിയോടുകൂടിയാണ് കടന്നുപോയത്. അത്തരത്തിൽ ഒരാന പുഴയിൽ നിലയുറപ്പിച്ചതാണ് സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത്. പിടിയാനയ്ക്ക് പ്രായാധിക്യമുണ്ട്. ഒപ്പം തന്നെ എരണ്ടക്കെട്ട് സംശയിക്കുന്നുണ്ട്. അവയെ തുടർന്നുള്ള ശാരീരിക പ്രയാസങ്ങൾ, വേദന എന്നിവയ്ക്ക് ശമനം ലഭിക്കാൻ വേണ്ടി വെള്ളത്തിലിറങ്ങി നിന്നു എന്നുള്ളതാണ് വനംവകുപ്പ് വിശദീകരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഡോക്ടർമാർ എത്തി നിരീക്ഷിച്ചെങ്കിലും വെള്ളത്തിൽ ഏറെക്കുറെ പകുതി മുങ്ങി നിൽക്കുന്ന അവസ്ഥയിലായതിനാൽ അതിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് വളരെ ദൂരെ നിന്നും നോക്കിക്കണ്ട് മനസ്സിലാക്കുന്നതിന് പ്രയാസം നേരിട്ടിട്ടുണ്ട്. അതേസമയം തന്നെ മിനിഞ്ഞാന്നും ഇന്നും കരയിൽ കൂടി കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ലഭ്യമായിട്ടുണ്ട്. അത് പരിശോധിച്ചപ്പോൾ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല, പ്രായാധിക്യത്തെ തുടർന്നുള്ള ചില പ്രയാസങ്ങളാണ് എന്നുള്ളതാണ് വനംവകുപ്പ് വിശദീകരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 2 തവണ കരയിലേക്ക് കയറിയ ആനകൾ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങാൻ നേരത്ത് വനംവകുപ്പ് അധികൃതർ പടക്കം പൊട്ടിച്ച് ഇവയെ കാട്ടിലേക്ക് തന്നെ കടത്തിവിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. വനമേഖലയാണ്, അതിനോട് ചേർന്നാണ് തണ്ണിത്തോട്ടിലേക്കുള്ള പാത കടന്നു പോകുന്നത്. ജനവാസ മേഖലയ്ക്ക് ഏറെക്കുറെ 1/2 കിലോമീറ്റർ മാത്രമാണ് അകലെ. അത് സ്ഥലത്താര കൂടിയാണ്. മുൻപ് ആനകൾ കൂട്ടമായി ഈ മേഖല റോഡ് മുറിച്ച് കടന്നു പോകുന്നതൊക്കെ തന്നെ വാർത്തയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ ഇറങ്ങിയ പിടിയാനയ്ക്കൊപ്പം ഒരു കുട്ടിയാന കൂടി ഉണ്ടായിരുന്നു. അത് കാഴ്ചക്കാർക്ക് കൗതുകം കൂടി ഉണർത്തിയ സമയമായിരുന്നു. എന്തായാലും ആനകളെ രണ്ടിനെയും പടക്കം പൊട്ടിച്ച് തിരികെ കാട്ടിലേക്ക്. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകി.